നവർക, യുവർ ഇംഗ്ലീഷ് ടീച്ചർ. അപ്പം ആരൊക്കെയാണ് ജോയിൻ ചെയ്തതെന്നു നോക്കട്ടെ. ആരെല്ലാവരും ഒന്ന് ഹായ് അയച്ചേ. ജോയിൻ ചെയ്ത് എല്ലാവരും ഒന്ന് ഹായ് തരാമോ? എല്ലാവരും ജോയിൻ ആയിക്കൊണ്ടിരിക്കുകയാണോ? ആരും മടിയൊന്നും വിചാരിക്കണ്ട ഹായ് തരാനായിട്ട്. അപ്പം എല്ലാവരും ഒന്ന് ഹായ് തരുമോ? ഹായ് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുമായിരുന്നു. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. ജോയിൻ ചെയ്തവര് ഹായ് ഒക്കെ പോരട്ടെ. എല്ലാവരും ഹായ് അയച്ചേ. സോ നമ്മൾ ഇത് 3rd സെമസ്റ്റർ MA ഇംഗ്ലീഷിൻ്റെ ലാസ്റ്റ് ലൈവ് ആണല്ലേ. അപ്പം നമ്മളെ പേപ്പർ വന്നിട്ട് ഇംഗ്ലീഷ് ഫോർ അക്കാഡമിക് പേർപ്പസ് ആണല്ലേ. അപ്പം നമ്മുടെ എക്സാം 28-ാം തീയതി ശനിയാഴ്ചയാണല്ലേ ഉള്ളത്. അപ്പം എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ ആണ്. അപ്പം പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമുക്ക് പ്രോബബിൾ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെയും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും റെഡി അല്ലേ? ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ സ്ട്രക്ചർ ഓഫ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം നമ്മുടെ ടൈം വന്നിട്ട് 3 hours ആണ്. മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് 70 ആണല്ലേ. അപ്പം നമ്മുടെ എക്സാമിൻ്റെ ടൈം വന്നിട്ട് 3 hours അല്ലേ, 3 മണിക്കൂറാണ് ഉള്ളത്. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 70 ആണ്. ആൻഡ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷൻ വൈസ് ആയിട്ടാണ് വരിക. ഓക്കെ, സോ സെക്ഷൻ എ എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഗിവൻ 8 ആണ്. അതായത് ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ സെക്ഷൻ എയിൽ ഉണ്ടാവുക. ക്വസ്റ്റ്യൻസ് ടു ആൻസർ എനി 5, ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഇനി ലെങ്ത് എന്ന് പറയുന്നത് 2 to 3 സെന്റൻസ് ആണ് ഈച്ച്. മാർക്സ് പെർ ക്വസ്റ്റ്യൻസ്, അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി സെക്ഷൻ ബിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ ബി ഷോർട്ട് എസ്സേ ഓർ പാരഗ്രാഫ് ആൻസേഴ്സ് ആണ് ഉണ്ടാവുക. സോ അതിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഗിവൺ 10 ആണ്. 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക സെക്ഷൻ ബിയിൽ. ക്വസ്റ്റ്യൻ ടു ആൻസർ എനി 6 അല്ലെ, ഏതെങ്കിലും 6 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയാവും. ഇനി ലെങ്ത് എന്ന് പറയുന്നത് അബൌട്ട് എ പേജ് ഈച്ച് ആണ്. പെർ ക്വസ്റ്റ്യൻ 5 മാർക്കാണ് ഉണ്ടാവുക. ഇനി നമ്മുടെ സെക്ഷൻ സിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ആണല്ലേ. അത് കുറച്ച് വലിയ മാർക്കിന് നമ്മൾ എഴുതേണ്ടതാണല്ലേ. അപ്പം ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 4 എണ്ണമാണ്. ക്വസ്റ്റ്യൻ ടു ആൻസർ എനി 2 അല്ലെ, ഏതെങ്കിലും 2 എണ്ണം. ലെങ്ത് എന്ന് പറയുന്നത് അബൌട്ട് 4 pages ഈച്ച് ആണ്. മാർക്സ് പെർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 15 ആണ് അല്ലെ. 15 മാർക്സ് ആണ് വരിക. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ നമ്മളെ. അപ്പൊ ഡിസ്കഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ പ്രീ റൈറ്റിംഗ്, നെയിം 2 പ്രീ റൈറ്റിംഗ് ടെക്നിക്സ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. അപ്പം എന്താണ് ഡിഫൈൻ പ്രീ റൈറ്റിംഗ്? പ്രീ റൈറ്റിംഗ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. നെയിം 2 പ്രീ റൈറ്റിംഗ് ടെക്നിക്സ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. അക്കാഡമിക് റൈറ്റിംഗിലെ 2 പ്രീ റൈറ്റിംഗ് ടെക്നിക്സിന്റെ നെയിം കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കിയാലോ. പ്രീ റൈറ്റിംഗ് ഈസ് ദ പ്ലാനിങ് സ്റ്റേജ് ബിഫോർ റൈറ്റിംഗ് ബിഗിൻസ്. ഇറ്റ് ഇൻവോൾവ്സ് generating ideas, organizing thoughts, and deciding the purpose of writing. Two pre-writing techniques are brainstorming and mind mapping. അപ്പം എന്താണ് നമ്മുടെ ആൻസർ? Pre-writing is the
പ്ലാനിങ് സ്റ്റേജ് ബിഫോർ റൈറ്റിംഗ് ബിഗിൻസ് അല്ലെ. പ്രീ റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എഴുത്ത് തുടങ്ങുന്നതിന് മുൻപേ തന്നെ അല്ലെ, നമ്മുടെ റൈറ്റിംഗ് ബിഗിൻ ചെയ്തതിന് മുൻപേ തന്നെയുള്ള ഒരു പ്ലാനിങ് സ്റ്റേജ് ആണ് അല്ലെ. പ്രീ റൈറ്റിംഗ് ഇസ് എ പ്ലാനിങ് സ്റ്റേജ്. പ്രീ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് സ്റ്റേജ് ആണ് ബിഫോർ റൈറ്റിംഗ് ബിഗിൻസ് അല്ലെ, നമ്മുടെ റൈറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പേ അല്ലെ. ഇറ്റ് ഇൻവോൾവ്സ് ജനറേറ്റിംഗ് ഐഡിയാസ്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്? ജനറേറ്റിംഗ് ഐഡിയാസ്, പിന്നെ ഓർഗനൈസിങ് തോട്ട്സ് ആൻഡ് ഡിസൈഡിങ് ദ പേർപ്പസ് ഓഫ് റൈറ്റിംഗ്. ഇതൊക്കെ എന്താണ്, ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു അല്ലെ, പ്രീ റൈറ്റിംഗ് ടെക്നിക്സ് അക്കാഡമിക് റൈറ്റിംഗിൽ അതിൻ്റെ കൂടി പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അത് ഏതൊക്കെയാണ് 2 പ്രീ റൈറ്റിംഗ് ടെക്നിക്സ്? അത് ഒന്ന് ബ്രെയിൻ സ്റ്റോമിങ്ങും മറ്റേത് മൈൻഡ് മാപ്പിങ്ങും ആണ് അല്ലേ. ഓക്കെ, ക്ലിയർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ പ്രൂഫ് റീഡിങ്. അപ്പം പ്രൂഫ് റീഡിങ്ങിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ബ്രീഫ് ആയിട്ടുള്ള ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആൻസർ നോക്കിയാലോ. Proofreading is a final stage of the writing process where a writer checks the text for grammar, spelling, punctuation and formatting errors. It helps improve accuracy and clarity in academic writing. അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൂഫ് റീഡിംഗ് ഇസ് എ ഫൈനൽ സ്റ്റേജ് ഓഫ് ദ റൈറ്റിംഗ് പ്രോസസ് അല്ലേ. അപ്പോൾ പ്രൂഫ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ സ്റ്റേജ് ആണ്. എന്തിൻ്റെ? റൈറ്റിംഗ് പ്രോസസ്സിൻ്റെ ഫൈനൽ, ഏറ്റവും അവസാനമുള്ള ഘട്ടമാണ്, അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജ് ആണ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. വേർ എ റൈറ്റർ ചെക്സ് ടെക്സ്റ്റ് ഫോർ ഗ്രാമർ, സ്പെല്ലിംഗ്, പങ്ക്ച്വേഷൻ ആൻഡ് ഫോർമാറ്റിംഗ് എറേഴ്സ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? റൈറ്റർ ചെക്ക് ചെയ്യൂ അല്ലേ, ആ ടെക്സ്റ്റിൽ എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, പങ്ക്ച്വേഷൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കോ ഇററോ ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ റൈറ്റർ ചെക്ക് ചെയ്യും അല്ലേ. അപ്പം ഇറ്റ് ഹെൽപ്സ് ഇംപ്രൂവ് അക്യുറസി ആൻഡ് ക്ലാരിറ്റി ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. അപ്പം ഇത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുക? എന്ത് ഇംപ്രൂവ് ചെയ്യാനാ? ഇറ്റ് ഹെൽപ്സ് ഇംപ്രൂവ് അക്യുറസി ആൻഡ് ക്ലാരിറ്റി. അക്കാഡമിക് റൈറ്റിംഗിൽ അക്യുറസിയും ക്ലാരിറ്റിയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രൂഫ് റീഡിംഗ് എന്ത് ചെയ്യും? സഹായിക്കും. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡിസ്ക്രിപ്റ്റീവ് റിവ്യൂ ആൻഡ് ക്രിട്ടിക്കൽ റിവ്യൂ. അപ്പം എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റിവ്യൂവും ക്രിട്ടിക്കൽ റിവ്യൂവും ഇടയിലുള്ള ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള വ്യത്യാസമാണ് അല്ലേ. അപ്പം എന്തായിരിക്കും വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ ഡിസ്ക്രിപ്റ്റീവ് റിവ്യൂവിൻ്റെയും ക്രിട്ടിക്കൽ റിവ്യൂവിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താണ് നോക്കാം അല്ലേ. എ ഡിസ്ക്രിപ്റ്റീവ് റിവ്യൂ summarizes the content of a work without evaluating it. A critical review analyzes and evaluates the strengths and weakness of the work and gives the റിവ്യൂവേഴ്സ് ഇന്റർപ്രിട്ടേഷൻ. അപ്പം എന്താണ് ആൻസർ? ഈ ഡിസ്ക്രിപ്റ്റീവ് റിവ്യൂ എന്ന് പറഞ്ഞാൽ സമ്മറൈസ് ദ കണ്ടന്റ് ഓഫ് എ വർക്ക് വിത്തൗട്ട് ഇവാലുവേറ്റിംഗ് ഇറ്റ്. അപ്പം ഡിസ്ക്രിപ്റ്റീവ് റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സമ്മറൈസ് ചെയ്യും അല്ലേ. എന്ത്? ദ കണ്ടന്റ് ഓഫ് എ വർക്ക്. ഒരു വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടന്റ് എന്ത് ചെയ്യും? ഡിസ്ക്രിപ്റ്റീവ് റിവ്യൂ സമ്മറൈസ് ചെയ്യും. ഇവാലുവേറ്റ് ഒന്നും ചെയ്യില്ല, എന്താണെന്നുള്ളത് വിലയിരുത്തേനെ കീറി മുറിച്ച് നോക്കുകയൊന്നുമില്ല. അപ്പോൾ വിത്തൗട്ട് ഇവാലുവേറ്റിംഗ് ഇറ്റ് അതെന്ത് ചെയ്യും? സമ്മറൈസ് ചെയ്യും. ആ കണ്ടന്റ് എന്താണോ അതൊന്ന് സമ്മറൈസ് ചെയ്യും. പക്ഷേ ക്രിട്ടിക്കൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്രിട്ടിക്കൽ റിവ്യൂ അനലൈസസ് ആൻഡ് ഇവാലുവേറ്റ്സ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ വർക്ക് ആൻഡ് ഗിവ്സ് ദ റിവ്യൂവേഴ്സ് ഇന്റർപ്രിട്ടേഷൻ. അപ്പോൾ ക്രിട്ടിക്കൽ റിവ്യൂ എന്താ ചെയ്യുന്നത്? അനലൈസ് ചെയ്യും, ഇവാലുവേറ്റും ചെയ്യും. എന്ത്? ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ വർക്ക്. ഇപ്പോൾ ഒരു വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വർക്കിനെ കീറി മുറിച്ച് പരിശോധിക്കും, നോക്കും. അതിനെയാണ് ക്രിട്ടിക്കൽ വ്യൂ എന്ന് പറയാം. ആൻഡ് ഗിവ്സ് എ റിവ്യൂവേഴ്സ് ഇന്റർപ്രിട്ടേഷൻ. ദെൻ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ, വൈ ഇസ് ഡോക്യുമെന്റേഷൻ ക്രൂഷ്യൽ ഇൻ അക്കാഡമിക് റൈറ്റിംഗ്? നെയിം 2 ഡോക്യുമെന്റേഷൻ സ്റ്റൈൽസ് യൂസ്ഡ് ഇൻ വേരിയസ് ഡിസിപ്ലിൻസ്. അപ്പം എന്താണ്? വൈ ഡോക്യുമെന്റേഷൻ ഇസ് ക്രൂഷ്യൽ ഇൻ അക്കാഡമിക് റൈറ്റിംഗ്? എന്തുകൊണ്ടാണ് ഡോക്യുമെന്റേഷൻ അക്കാഡമിക് റൈറ്റിംഗിൽ ക്രൂഷ്യൽ ആവുന്നത്? എന്തുകൊണ്ടാണ്? അത് നമുക്ക് നോക്കാം അല്ലേ ആൻസർ. ഇനി നെയിം 2 ഡോക്യുമെന്റേഷൻ സ്റ്റൈൽസ് യൂസ്ഡ് ഇൻ വാരിയസ് ഡിസിപ്ലിൻ. ഏതെങ്കിലും 2 ഡോക്യുമെന്റേഷൻ സ്റ്റൈൽസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. യൂസ് ഇൻ വാരിയസ് ഡിസിപ്ലിൻസിൽ യൂസ് ചെയ്തിട്ടുള്ള 2 ഡോക്യുമെന്റേഷൻ സ്റ്റൈൽസിന്റെ നെയിം എഴുതാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ ആൻസർ. ഡോക്യുമെന്റേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഡോക്യുമെന്റേഷൻ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് acknowledges source, prevents plagiarism and strengthens the credibility of
റിസർച്ച്. അപ്പം അതെന്ത് ചെയ്യും? അക്നോളജ് സോഴ്സ്, പിന്നെ പ്രിവെന്റ്സ് പ്ലേജറിസം. എന്താണ് പ്ലേജറിസം എന്ന് പറഞ്ഞാൽ? പ്ലേജറിസം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, കോപ്പി അടിക്കുന്നതിനെയാണ് പ്ലേജറിസം എന്ന് പറയാം. അപ്പം പ്ലേജറിസത്തിനൊക്കെ പ്രിവെന്റ് ചെയ്യും. ആൻഡ് സ്ട്രെങ്സ് ദ ക്രെഡിബിലിറ്റി ഓഫ് റിസർച്ച്. റിസർച്ചിന്റെ ക്രെഡിബിലിറ്റിനെ, വിശ്വസ്തതയെ എന്ത് ചെയ്യും? സ്ട്രെങ്ത് ചെയ്യും അല്ലെ. ആൻഡ് സ്ട്രെങ്സ് ദ ക്രെഡിബിലിറ്റി ഓഫ് റിസർച്ച്. ടു കോമൺ ഡോക്യുമെന്റേഷൻ സ്റ്റൈൽസ് ആർ MLA ആൻഡ് APA. ഇപ്പൊ രണ്ട് കോമൺ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ സ്റ്റൈൽസ് ഏതൊക്കെയാണ്? MLAയും APAയും അല്ലെ. സോ ക്ലിയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. അപ്പൊ ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. വാട്ട് ആർ ദ 2 ways ടു ഫിക്സ് റൺ ഓൺ സെന്റൻസസ്? അപ്പൊ ഏതൊക്കെയാണ് 2 വഴികൾ? എന്തിന്? റൺ ഓൺ സെന്റൻസിനെ ഫിക്സ് ചെയ്യാൻ ഏതൊക്കെയാണ് 2 വഴികൾ ഉള്ളത് എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാലോ. റൺ ഓൺ സെന്റൻസസ് can be corrected by first എന്താണ്? ഡിവൈഡിങ് ദം ഇൻടു സെപ്പറേറ്റ് സെന്റൻസസ് അല്ലെ. അതിനെ ഡിവൈഡ് ചെയ്യുക സെപ്പറേറ്റ് സെന്റൻസുകളാക്കിയിട്ട് അല്ലെ. പിന്നെ യൂസിങ് കൺജക്ഷൻസ് ഓർ പങ്ക്ച്വേഷൻ such as semicolon. പിന്നെന്താണ്? കൺജക്ഷൻസോ അല്ലെങ്കിൽ പങ്ക്ച്വേഷൻ, സെമികോളൻ പോലുള്ള പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്യാം. ദെൻ നമ്മുടെ 6th ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് പ്ലേജറിസം? ഹൗ ക്യാൻ ഇറ്റ് ബി അവോയ്ഡഡ്? എന്താണ് പ്ലേജറിസം, അല്ലെങ്കിൽ എന്താണ് കോപ്പി അടിക്കുക, അല്ലെങ്കിൽ എന്താണ് കോപ്പി അടി, എങ്ങനെ അതിനെ ഒഴിവാക്കാം? ഹൗ ക്യാൻ ഇറ്റ് ബി അവോയ്ഡഡ്? അപ്പൊ നമുക്ക് നോക്കിയാലോ. പ്ലേജറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലേജറിസം ഇസ് ആക്ട് ഓഫ് യൂസിങ് another person's ideas or words without proper acknowledgement. ഇപ്പൊ പ്ലേജറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ദ ആക്ട് ഓഫ് യൂസിങ് another person അല്ലെ, വേറൊരാളുടെ ഐഡിയാസോ അല്ലെങ്കിൽ വേർഡ്സോ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക അല്ലെ, വിത്തൗട്ട് പ്രോപ്പർ എക്നോളജ്മെന്റ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള അംഗീകാരം ഒന്നും ഇല്ലാണ്ട് വേറൊരാളുടെ സാധനങ്ങൾ, അതായത് വേറൊരാളുടെ ഐഡിയാസോ അല്ലെങ്കിൽ അയാളുടെ വേർഡ്സോ ഒക്കെ എടുത്ത് യൂസ് ചെയ്യുക. ഇപ്പൊ കോപ്പി അടിക്കാം, അതാണ് പ്ലേജറിസം എന്ന് പറഞ്ഞാൽ. ഇറ്റ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ citing sources correctly and paraphrasing or quoting properly. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? It can be avoided by citing sources correctly അല്ലേ. പിന്നെ എങ്ങനെ ഒഴിവാക്കാം? പാരഫ്രൈസിങ് ചെയ്തിട്ട് ഒഴിവാക്കാം, ഓർ കോട്ടിങ് പ്രോപ്പർലി, പ്രോപ്പർ ആയിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഒഴിവാക്കാം. ഇനി നമുക്ക് നമ്മുടെ 7th ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് 7th ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ആസ്കിങ് probing questions in identifying a research problem? അപ്പൊ എന്താണ് ഈ പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ? പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അന്വേഷണ ചോദ്യങ്ങൾ എന്നാണ് അല്ലേ. അപ്പം വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ആസ്കിങ് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ്? എന്താണ് സിഗ്നിഫിക്കൻസ്? ഈ പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ള, ആസ്ക് ചെയ്യാനുള്ള സിഗ്നിഫിക്കൻസ് എന്താണ്? ഇൻ ഐഡന്റിഫൈങ് എ റിസർച്ച് പ്രോബ്ലം, ഒരു റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നതിൽ പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ള സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് അല്ലേ. അപ്പൊ എന്താണ്? പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് ഹെൽപ്പ് റിസർച്ചേഴ്സ് എക്സ്പ്ലോർ എ ടോപ്പിക് മോർ ഡീപ്ലി. ദേ അസിസ്റ്റ് ഇൻ identifying gaps in knowledge and in defining a clear research problem. അപ്പോൾ എന്താണ് ആൻസർ? പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് എന്തിനെ ഹെൽപ്പ് ചെയ്യും? help researchers explore a topic more deeply. അപ്പോൾ പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് റിസർച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യും അല്ലേ. എന്തിന്? ഒരു ടോപ്പിക്ക് അതിനെ മോർ ഡീപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദി അസിസ്റ്റ് ഇൻ ഐഡന്റിഫൈങ് ഗ്യാപ്സ് ഇൻ നോളേജ്. അപ്പോൾ അവരെന്ത് ചെയ്യും? അസിസ്റ്റ് ചെയ്യും അല്ലേ, ഇൻ ഐഡന്റിഫൈങ് ഗ്യാപ്സ് ഇൻ നോളേജ്. നോളേജിൽ എന്തെങ്കിലും ഗ്യാപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അസിസ്റ്റ് ചെയ്യും. ആൻഡ് ഇൻ ഡിഫൈനിങ് ക്ലിയർ റിസർച്ച് പ്രോബ്ലം. ആൻഡ് 8th ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ആർ നോൺ സെക്യൂട്ടർ? വൈ ആർ നോൺ സെക്യൂട്ടർ അവോയ്ഡ് ഇൻ റിസർച്ച് റൈറ്റിംഗ്? അപ്പം എന്താ ചോദിക്കുന്നത്? വാട്ട് ആർ നോൺ സെക്യൂട്ടർ? എന്താണ് നോൺ സെക്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്ന് ചോദിക്കുന്നുണ്ട്. വൈ ആർ നോൺ സെക്യൂട്ടർ അവോയ്ഡ് ഇൻ റിസർച്ച് റൈറ്റിംഗ്? എന്തുകൊണ്ടാണ് നോൺ സെക്യൂട്ടർ അവോയ്ഡ് ചെയ്യുന്നത് റിസർച്ച് റൈറ്റിംഗിൽ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പം എന്താണ്? നമുക്ക് ആൻസർ നോക്കിയാലോ. Non-sequitur
are statements or conclusions that do not logically follow from the previous ideas. They should be avoided because they weaken the logical flow and clarity of research writing. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? നോൺ സെക്യൂട്ടർ സ്റ്റേറ്റ്മെന്റ്സ് ഓർ കൺക്ലൂഷൻ. നോൺ സെക്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ്മെന്റ്സ് ആണ്, അല്ലെങ്കിൽ എന്താണ്? കൺക്ലൂഷൻസ് ആണ് അല്ലെ. ദാറ്റ് ഡു നോട്ട് ലോജിക്കലി ഫോളോ ഫ്രം ദ പ്രീവിയസ് ഐഡിയാസ്. അത് എന്ത് ചെയ്യില്ല? ദാറ്റ് ഡു നോട്ട് ലോജിക്കലി ഫോളോ ഫ്രം ദ പ്രീവിയസ് ഐഡിയ അല്ലെ. ദേ ഷുഡ് ബി അവോയ്ഡ് ബിക്കോസ് അത് എന്താണെങ്കിലും അവോയ്ഡ് ചെയ്യണം അല്ലെ. കാരണം എന്താണ്? ദേ വീക്കൻ ദ ലോജിക്കൽ ഫ്ലോനെയും ക്ലാരിറ്റീനെയും അത് വീക്കൻ ചെയ്യും ഓഫ് റിസർച്ച് റൈറ്റിംഗ് അല്ലെ. റിസർച്ച് റൈറ്റിങ്ങിലെ ലോജിക്കൽ ഫ്ലോനെയും ക്ലാരിറ്റീനെയും അതെന്താണ്? വീക്കൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സോ ക്ലിയർ? ഇനി നമുക്ക് നമ്മുടെ 9th ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് പാരഗ്രാഫ് റൈറ്റിംഗ് ആസ് എ ലിറ്റററി ജേർണി. അപ്പൊ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ജസ്റ്റിഫൈങ് ദ സ്റ്റേറ്റ്മെന്റ് പാരഗ്രാഫ് റൈറ്റിംഗ് വാസ് എ ലിറ്റററി ജേർണി അല്ലെ. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് പാരഗ്രാഫ് റൈറ്റിംഗ് എന്നുള്ള സ്റ്റേറ്റ്മെന്റിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് അല്ലെ. അതായത് പാരഗ്രാഫ് റൈറ്റിംഗ് ആസ് എ ലിറ്റററി ജേർണി എന്നുള്ള സ്റ്റേറ്റ്മെന്റിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് അല്ലെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യണമെന്ന് നോക്കാം. ആൻസറിലേക്ക് വരാം. Paragraph writing can be compared to a literary journey because it takes the reader step by step through an idea. A good paragraph begins with a topic sentence that introduces the main idea. The following sentences provide explanation, examples and supporting details. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? പാരഗ്രാഫ് റൈറ്റിംഗ് ക്യാൻ ബി കമ്പയർഡ് ടു ലിറ്റററി ജേർണി അല്ലെ. പാരഗ്രാഫ് റൈറ്റിങ്ങിനെ നമുക്ക് എന്തുമായിട്ട് കമ്പയർ ചെയ്യാം? ലിറ്റററി ജേർണി ആയിട്ട് കമ്പയർ ചെയ്യാം അല്ലെ. കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ടേക്സ് എ റീഡർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ത്രൂ ആൻ ഐഡിയ. കാരണം അത് റീഡേഴ്സിനെ ടേക്ക് ചെയ്യും അല്ലെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ത്രൂ ആൻ ഐഡിയ. ഒരു ഐഡിയയിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് റീഡേഴ്സിനെ ടേക്ക് ചെയ്യും അല്ലെ. Okay, ഇനി a good paragraph begins with a topic sentence that introduces the main idea. അപ്പോൾ എന്താണ് a good paragraph? ഒരു ഗുഡ് പാരഗ്രാഫ് ബിഗിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? വിത്ത് the topic sentence. ഒരു ടോപ്പിക് സെന്റൻസിലൂടെ ആയിരിക്കും ഒരു ഗുഡ് സെന്റൻസ് ബിഗിൻ ചെയ്യുക. that introduce the main idea. അതായിരിക്കും മെയിൻ ഐഡിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ക്ലിയർ? ഇനി the following sentence provide explanations, examples and supporting details. അപ്പോൾ എന്താണ്? the following sentence എന്ത് പ്രൊവൈഡ് ചെയ്യും? എക്സ്പ്ലനേഷൻസും പിന്നെ എക്സാമ്പിൾസും സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസും ഒക്കെ പിന്നെ വരുന്ന സെന്റൻസുകൾ അല്ലെ. ഫോളോയിങ് സെന്റൻസുകൾ എന്ത് ചെയ്യും? കൊടുക്കും, പ്രൊവൈഡ് ചെയ്യും. Then finally, the paragraph ends with a concluding sentence that summarizes the idea. This organized movement from beginning to end helps the reader clearly understand the writer's thoughts and arguments. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈനലി അല്ലെ, അവസാനം എന്താണ്? The paragraph ends with a concluding sentence. പാരഗ്രാഫ് ഒരു കൺക്ലൂഡിംഗ് സെന്റൻസിലൂടെ അവസാനിക്കും. സെന്റൻസ് ദാറ്റ് സമ്മറൈസ് ഐഡിയ. അപ്പോൾ ഈ കൺക്ലൂഡിംഗ് സെന്റൻസ് എന്താണ്? ഈ ഐഡിയനെയൊക്കെ സമ്മറൈസും ചെയ്യും അല്ലേ. അപ്പോൾ ഫൈനലി ദ പാരഗ്രാഫ് എൻഡ് വിത്ത് കൺക്ലൂഡിംഗ് സെന്റൻസിൽ അവസാനിക്കും. ഈ കൺക്ലൂഡിംഗ് സെന്റൻസ് സമ്മറൈസ് ഐഡിയ, ആ ഐഡിയനെ സമ്മറൈസും ചെയ്യുക കൺക്ലൂഡിംഗ് സെന്റൻസിൽ. ഓക്കെ, ദിസ് ഓർഗനൈസ്ഡ് മൂവ്മെന്റ് ഫ്രം ബിഗിനിങ് ടു എൻഡ് ഹെൽപ്സ് ദ റീഡർ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദ റൈറ്റേഴ്സ് തോട്ട്സ് ആൻഡ് ആർഗ്യുമെന്റ്സ്. അപ്പോൾ ദിസ് ഓർഗനൈസ്ഡ് മൂവ്മെന്റ്, ഈ ഒരു ഇപ്പം നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ടാണല്ലേ എല്ലാം പറഞ്ഞു പോയത്. അപ്പോൾ ഈ ഒരു ഓർഗനൈസ്ഡ് മൂവ്മെന്റ് എന്ത് ചെയ്യും? ഫ്രം ബിഗിനിങ് ടു എൻഡ്, തുടക്കം മുതൽ അവസാനം വരെയുള്ള ഈ ഓർഗനൈസ്ഡ് മൂവ്മെന്റ് ഹെൽപ്പ് ചെയ്യും ആരെ? ദ റീഡർ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദ റൈറ്റേഴ്സ് തോട്ട്സ് ആൻഡ് ആർഗ്യുമെന്റ്സ്. റീഡേഴ്സിന് അല്ലേ, റീഡറിന് ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യും എന്താണ് റൈറ്റേഴ്സിന്റെ തോട്ട്സും ആർഗ്യുമെന്റ്സും ഒക്കെ എന്ന്. ഇനി നമുക്ക് നമ്മളെ 10th ക്വസ്റ്റ്യൻ നോക്കാം. സോ എല്ലാവർക്കും ക്ലിയർ അല്ലേ ഇതുവരെ പറയുന്നത്? ക്ലിയർ ആണെങ്കിൽ ഒരു എസ് തരാമോ? ഓക്കെ, സോ നമുക്ക് നമ്മുടെ 10th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം അല്ലെ. ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ റിസർച്ച് ഫോർ റൈറ്റിംഗ് എ റിസർച്ച് പേപ്പർ.
അപ്പം എന്താണ്, ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ റിസർച്ചിങ് റിസോഴ്സ് ഫോർ റൈറ്റിംഗ് എ റിസർച്ച് പേപ്പർ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം അല്ലേ. The process of researching resource includes several steps. അപ്പം the process of researching resourceൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഇൻക്ലൂഡഡ് ആയത് നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, the researcher selects a suitable topic. അപ്പോൾ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് എന്താണ്, റിസർച്ചർ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും, സെലക്ട് എ സ്യൂട്ടബിൾ ടോപ്പിക്, ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടോപ്പിക് എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും അല്ലേ. നെക്സ്റ്റ് പ്രിലിമിനറി റീഡിംഗ് ഇസ് ഡൺ ടു അണ്ടർസ്റ്റാൻഡ് ദ സബ്ജക്റ്റ്. ഒരു പ്രിലിമിനറി റീഡിംഗ് നടത്തും. എന്തിനാണ് നടത്തുന്നത്, ടു അണ്ടർസ്റ്റാൻഡ് ദ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ദെൻ റിയലബിൾ സോഴ്സസ് സച്ച് ആസ് ബുക്സ്, അക്കാഡമിക് ജേർണൽസ് ആൻഡ് ഓൺലൈൻ ഡാറ്റാ ബേസസ് ആർ ഐഡന്റിഫൈ. പിന്നെ എന്ത് ചെയ്യും, റിയലബിൾ ആയിട്ടുള്ള സോഴ്സുകൾ സച്ച് ആസ് എന്തൊക്കെയാണ്, ബുക്സുകൾ, അക്കാഡമിക് ജേർണലുകളും ആൻഡ് ഓൺലൈൻ ഡാറ്റാ ബേസസ് ആർ ഐഡന്റിഫൈ. ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യും. After collecting information, the researcher takes notes and organize the materials. അങ്ങനെ ആഫ്റ്റർ കളക്ടിങ് ഇൻഫർമേഷൻ, ഈ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം the researcher takes notes and organize the material. അങ്ങനെ റിസർച്ചർ നോട്ടൊക്കെ എടുക്കും, എന്നിട്ട് ഈ ഓർഗനൈസ് ചെയ്യും അല്ലേ, ഈ കളക്ട് ചെയ്ത മെറ്റീരിയൽ ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കും. Finally, the source are evaluated for credibility and documented properly. അങ്ങനെ ഈ സോഴ്സൊക്കെ അവസാനം എന്താണ്, ഇവാലുവേറ്റ് ചെയ്യും ക്രെഡിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലേ, ആൻഡ് ഡോക്യുമെന്റഡ് പ്രോപ്പർലി, എന്നിട്ട് പ്രോപ്പറായിട്ട് അതിനെ ഡോക്യുമെന്റ് ചെയ്യും. ഇനി 11th ക്വസ്റ്റ്യൻ, briefly explain the role of vocabulary in academic writing. Academic writing vocabularyന്റെ റോൾ എന്താണെന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്താ നോക്കിയാലോ, vocabulary plays an important role in academic writing because it helps express ideas clearly and precisely. Academic writing requires formal and subject-specific words. Proper vocabulary improves clarity, avoids ambiguity, and enhances the quality of professionalism of writing. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, വൊക്കാബുലറി പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. അക്കാഡമിക് റൈറ്റിങ്ങിൽ വൊക്കാബുലറി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് തന്നെ പ്ലേ ചെയ്യുന്നുണ്ട് അല്ലേ. ബിക്കോസ് കാരണം എന്താണ്, ഇറ്റ് ഹെൽപ്സ് എക്സ്പ്രസ് ഐഡിയാസ് ക്ലിയർലി ആൻഡ് പ്രിസൈസ്ലി. അത് സഹായിക്കുമല്ലേ എന്തിനെ, ഈ ഐഡിയാസ് ക്ലിയർ ആയിട്ടും പ്രിസൈസ് ആയിട്ടും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അക്കാഡമിക് റൈറ്റിംഗ് റിക്വയർസ് ഫോർമൽ ആൻഡ് സബ്ജക്ട് സ്പെസിഫിക് വേർഡ്സ്. ഇപ്പം അക്കാഡമിക് റൈറ്റിംഗ് എന്താണ് റിക്വയർ ചെയ്യുന്നത്, ഫോർമലായിട്ടും ആൻഡ് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ്സിനെയാണ് അല്ലേ റിക്വയർ ചെയ്യുന്നത്. അപ്പോൾ അക്കാഡമിക് റൈറ്റിംഗ് റിക്വയർസ് ഫോർമൽ ആൻഡ് സബ്ജക്ട് സ്പെസിഫിക് വേർഡ്സ്. Proper vocabulary improves clarity, avoids ambiguity, and enhances the quality and professionalism of writing. അപ്പം ഒരു പ്രോപ്പർ ആയിട്ടുള്ള വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യും എന്തിനെ, ക്ലാരിറ്റീനെ, പിന്നെ അവോയ്ഡ് ആംബിഗ്വിറ്റി അവോയ്ഡ് ചെയ്യും, ആൻഡ് എൻഹാൻസ് ദ ക്വാളിറ്റി ആൻഡ് പ്രൊഫഷണലിസം ഓഫ് റൈറ്റിംഗ്. റൈറ്റിങ്ങിൻ്റെ ക്വാളിറ്റിനെയും പ്രൊഫഷണലിസത്തിനെയും എന്ത് ചെയ്യും, എൻഹാൻസ് ചെയ്യും. ക്ലിയർ? ഇനി എന്താണ്, an argumentative essay presents a clear opinion or position on a topic. It includes a strong thesis statement, logical arguments, and evidence such as facts, examples, and research findings. The essay also considers opposing viewpoints and responds to them. Finally, it ends with a strong conclusion that reinforces the argument അല്ലേ. അപ്പം എന്താണ് ആൻഡ് ആർഗ്യുമെന്റേറ്റീവ് എസ്സേ എന്ന് പറയുന്നത് എന്താണ് പ്രസന്റ് ചെയ്യുന്നത്, എ ക്ലിയർ ഒപ്പീനിയൻ ഓർ പൊസിഷൻ ഓഫ് ഓൺ എ ടോപ്പിക്. ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു ക്ലിയർ ഒപ്പീനിയൻ അങ്ങോട്ട് എന്ത് ചെയ്യും, പ്രസന്റ് ചെയ്യും. ഇറ്റ് ഇൻക്ലൂഡ്സ് എ സ്ട്രോങ് തീസിസ് സ്റ്റേറ്റ്മെന്റ്. അതിൽ എന്തുകൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും, ഒരു സ്ട്രോങ് ആയിട്ടുള്ള തീസിസ് സ്റ്റേറ്റ്മെന്റും ലോജിക്കൽ ആർഗ്യുമെന്റ്സും ആൻഡ് എവിഡൻസ്, ഇതൊക്കെ എന്താണ് ഇൻക്ലൂഡഡ് ആയിരിക്കും അല്ലേ. ഇനി എവിഡൻസിൽ എന്തൊക്കെയാണ്, എവിഡൻസ് സച്ച് ആസ് ഫാക്ട്സുകൾ ഉണ്ടാവും, എക്സാമ്പിൾസ് ഉണ്ടാവും, ആൻഡ് റിസർച്ച് ഫൈൻഡിങ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ.
ഈ essay also considers opposing viewpoint. ഈ essay എന്തും കൂടി കൺസിഡർ ചെയ്യും, ഓപ്പോസിങ് വ്യൂ പോയിന്റ്സും കൺസിഡർ ചെയ്യും ആൻഡ് റെസ്പോണ്ട് ടു ദ, എന്നിട്ട് അവരോടൊക്കെ റെസ്പോണ്ടും ചെയ്യും അല്ലേ. ഫൈനലി ഇറ്റ് എൻഡ്സ് വിത്ത് എ സ്ട്രോങ് കൺക്ലൂഷൻ ദാറ്റ് റെയിൻഫോഴ്സസ് ദ ആർഗ്യുമെന്റ്. ഫൈനലി അപ്പം എന്താ സംഭവിക്കുക, ഇറ്റ് എൻഡ്സ് വിത്ത് എ സ്ട്രോങ് കൺക്ലൂഷൻ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള കൺക്ലൂഷനിൽ അത് അവസാനിക്കും. ദാറ്റ് റെയിൻഫോഴ്സസ് ദ ആർഗ്യുമെന്റ്. ഓക്കെ, ഇനി നമ്മുടെ 13th ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, എക്സ്പ്ലെയിൻ ദ കോമ്പോണൻസ് ഓഫ് എ ബ്ലൂ പ്രിന്റ് for a research article, state the significance and guiding the structure and organization of the manuscript. എന്താ പറഞ്ഞിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ദ കോമ്പണൻസ് ഓഫ് എ ബ്ലൂ പ്രിന്റ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ എന്ത്, കോമ്പണൻസ് ഓഫ് എ ബ്ലൂ പ്രിന്റ്, ബ്ലൂ പ്രിന്റിലെ കോമ്പണൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ എ റിസർച്ച് ആർട്ടിക്കിൾ, ഒരു റിസർച്ച് ആർട്ടിക്കിളിന് വേണ്ടിയിട്ട് അല്ലേ. State their significance in guiding the structure and organization of the manuscript. അപ്പോൾ എന്താണ് state their significance, അപ്പോൾ അവരുടെ സിഗ്നിഫിക്കൻസ്, ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ത് ചെയ്യുക, state their significance in guiding the structure, സ്ട്രക്ചർ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ചെയ്യുക, ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദ മാനുസ്ക്രിപ്റ്റ്. ഇനി നമുക്ക് ആൻസർ നോക്കാം അല്ലേ. എ blueprint for a research article includes a title, abstract, introduction, literature review, methodology, results, ഡിസ്കഷൻ, കൺക്ലൂഷൻ ആൻഡ് റെഫറൻസസ്. ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്, എ ബ്ലൂ പ്രിന്റ് ഫോർ റിസർച്ച് ആർട്ടിക്കിൾ ഇൻക്ലൂഡ്. അപ്പോൾ ഒരു റിസർച്ച് ആർട്ടിക്കിളിൻ്റെ ബ്ലൂ പ്രിന്റിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, എ ബ്ലൂ പ്രിന്റ് ഫോർ എ റിസർച്ച് ആർട്ടിക്കിൾ ഇൻക്ലൂഡ് ദ ടൈറ്റിൽ അല്ലേ, ടൈറ്റിൽ ഇൻക്ലൂഡഡ് ആണ്, എബ്സ്ട്രാക്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ലിറ്ററേച്ചർ റിവ്യൂ ഉണ്ടാവും, മെത്തഡോളജി ഉണ്ടാവും, റിസൾട്ട്സ് ഉണ്ടാവും, ഡിസ്കഷൻസ് ഉണ്ടാവും, കൺക്ലൂഷൻ ഉണ്ടാവും ആൻഡ് റെഫറൻസും ഉണ്ടാവും അല്ലേ. ഇതൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. These components help organize the research systematically. ഇപ്പോൾ ഈ കോമ്പോണൻസ് ഒക്കെ എന്തിനെ ഹെൽപ്പ് ചെയ്യും, ഓർഗനൈസ് ദ റിസർച്ച് സിസ്റ്റമാറ്റിക്കലി, റിസർച്ചിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. They guide the writer in presenting ideas clearly and ensure that the research paper follows a logical structure. അപ്പം എന്താ, they guide the writer in presenting ideas clearly അല്ലേ. അപ്പോൾ ഐഡിയാസ് ഒക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് റൈറ്ററിനെ ഗൈഡ് ചെയ്യും, ആൻഡ് എൻഷുർ ദാറ്റ് ദ റിസർച്ച് പേപ്പർ ഫോളോസ് എ ലോജിക്കൽ സ്ട്രക്ചർ. പിന്നെ എന്തും കൂടി എൻഷുർ ചെയ്യും, ദാറ്റ് ദ റിസർച്ച് പേപ്പർ എന്താണ്, ഒരു ലോജിക്കൽ സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യുന്നതും കൂടി എൻഷുർ ചെയ്യും. ക്ലിയർ. ഇനി 14th ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ 14th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വൈ പങ്ക്ച്വേഷൻ പ്ലേസ് എ പിവോട്ടൽ റോൾ ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. അപ്പം എക്സ്പ്ലെയിൻ ചെയ്യാനാണല്ലേ പറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ടാണ് പങ്ക്ച്വേഷൻ ഒരു പിവോട്ടൽ റോള് തന്നെ അക്കാഡമിക് റൈറ്റിംഗിൽ പ്ലേ ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ നോക്കിയാലോ, ആൻസർ നോക്കാം. Punctuation plays a crucial role in academic writing because it clarifies meaning and organizes sentences. It helps separate ideas and indicate pause in writing. Proper punctuation improves readability and prevents misunderstanding. Therefore, correct punctuation is essential for effective academic communication. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, പങ്ക്ച്വേഷൻ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ അക്കാഡമിക് റൈറ്റിംഗ് അല്ലേ. അക്കാഡമിക് റൈറ്റിംഗിൽ പങ്ക്ച്വേഷൻ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള റോള് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേ ചെയ്യുന്നുണ്ട്. ബിക്കോസ് കാരണം എന്താണ്, ഇറ്റ് ക്ലാരിഫൈസ് മീനിങ്സ് ആൻഡ് ഓർഗനൈസ് സെന്റൻസസ്. അത് മീനിങ്സിന്, അർത്ഥങ്ങൾ എന്താണ് ക്ലാരിഫൈ ചെയ്യും അല്ലേ, ആൻഡ് ഓർഗനൈസ് സെന്റൻസിനെ ഭയങ്കര ഓർഗനൈസ് ആയിട്ട് വെക്കും. ഇറ്റ് ഹെൽപ്സ് സെപ്പറേറ്റ് ഐഡിയാസ് ആൻഡ് indicates pauses in writing. But it helps separate ഐഡിയാസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ആൻഡ് ഇൻഡിക്കേറ്റ്സ് പോസ് ഇൻ റൈറ്റിംഗിലെ പോസുകൾ ഇൻഡിക്കേറ്റും ചെയ്യും. പ്രോപ്പർ പങ്ക്ച്വേഷൻ ഇംപ്രൂവ്സ് റീഡബിലിറ്റി ആൻഡ് പ്രിവെൻറ്റ്സ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു പങ്ക്ച്വേഷൻ മാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യും. എന്തിനെ, റീഡബിലിറ്റീനെ ഇംപ്രൂവ് ചെയ്യും ആൻഡ് പ്രിവെൻറ്റ്സ് മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലേ. ഇപ്പം മിസ്അണ്ടർസ്റ്റാൻഡിങ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യും, പ്രിവെൻറ്റ് ചെയ്യും. Therefore, അതുകൊണ്ട് തന്നെ എന്താണ്, correct punctuation is essential for effective academic communication. അപ്പോൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള പങ്ക്ച്വേഷൻ മാർക്ക് എന്ന് പറയുന്നത് എന്താണ്, എസെൻഷ്യൽ ആണ് ഒരു എഫക്റ്റീവ് അക്കാഡമിക് കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം. ക്ലിയർ.
ഇനി 15th ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഡിസ്കസ് ദ മെയിൻ റീസൺസ് വൈ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. അപ്പൊ ഡിസ്കസ് ചെയ്യാനല്ലേ എന്ത്, ഡിസ്കസ് ദ മെയിൻ റീസൺസ് വൈ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ is important in academic writing. Academic writing proper documentation important and main reasons discuss ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Discuss the main reasons discuss ചെയ്യല why proper documentation എന്തുകൊണ്ടാണ് proper documentation important ആയത് academic writing എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ proper documentation is important because it gives credit to original authors and avoids plagiarism. It strengthens the reliability of research and allows readers to verify the information used. Documentation also shows the depth of research and enhance academic integrity. ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. കാരണം എന്താണ്, ഇറ്റ് ഗിവ്സ് ക്രെഡിറ്റ് ടു ഒറിജിനൽ ഓതേഴ്സ്. അതെന്ത് ചെയ്യും, ക്രെഡിറ്റ് കൊടുക്കും അല്ലേ, ഒറിജിനൽ ഓതേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കും. ആൻഡ് അവോയ്ഡ്സ് പ്ലേജറിസം. പ്ലേജറിസം എന്താ, കോപ്പി അടി എന്താണ്, അവോയ്ഡ് ചെയ്യും. ഇറ്റ് സ്ട്രെങ്തൻസ് റിയലബിലിറ്റി ഓഫ് റിസർച്ച്. അത് എന്തിനെ സ്ട്രെങ്ത് ചെയ്യും, റിയലബിലിറ്റി ഓഫ് റിസർച്ച് അല്ലെ, റിസർച്ചിന്റെ റിയലബിലിറ്റീനെ എന്ത് ചെയ്യും, സ്ട്രെങ്ത് ചെയ്യും. And allows readers to verify the information used. Documentation also shows the depth of research. Documentation എന്തുകൂടി നമുക്ക് കാണിച്ചു തരും, ഡെപ്ത് ഓഫ് റിസർച്ച്, ഒരു റിസർച്ചിന്റെ ഡെപ്ത് എന്താണെന്ന് കാണിച്ചു തരും. ആൻഡ് എൻഹാൻസ് അക്കാഡമിക് ഇന്റഗ്രിറ്റി. പിന്നെ എന്ത് എൻഹാൻസ് ചെയ്യുക, അക്കാഡമിക് ഇന്റഗ്രിറ്റീനെ എൻഹാൻസും ചെയ്യും. ക്ലിയർ? ഇനി നമുക്ക് 16th ക്വസ്റ്റ്യൻ നോക്കാം. 16th question, what are the key components of a research proposal? How do they contribute to the planning and execution of a research project? അപ്പോൾ എന്താ, what are the key components of a research proposal? എന്താണ് ഒരു റിസർച്ച് പ്രപ്പോസലിന്റെ കീ കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ how do they contribute to the planning and execution of a research project? നമുക്ക് നോക്കിയാലോ. എ റിസർച്ച് പ്രപ്പോസൽ യൂഷ്വലി ഇൻക്ലൂഡ്സ് എ ടൈറ്റിൽ, ഇൻട്രൊഡക്ഷൻ, റിസർച്ച് പ്രോബ്ലം, ഒബ്ജക്റ്റീവ്സ്, ലിറ്ററേച്ചർ, റിവ്യൂ, മെത്തഡോളജി ആൻഡ് എക്സ്പെക്റ്റഡ് റിസൾട്ട്സ്. ദീസ് കോമ്പണൻറ്റ്സ് ഹെൽപ്പ് plan the research systematically. They guide the researcher in conducting the study and ensure that the research process is clear and organized. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, റിസർച്ച് പ്രപ്പോസൽ യൂഷ്വലി ഇൻക്ലൂഡ്സ് ടൈറ്റിൽ അല്ലെ. ഒരു റിസർച്ച് പ്രപ്പോസലിന് സാധാരണയായിട്ട് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുക, ഒരു റിസർച്ച് പ്രപ്പോസലിലും ടൈറ്റിൽ ഉണ്ടാവും, ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, റിസർച്ച് പ്രോബ്ലം ഉണ്ടാവും, ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, ലിറ്ററേച്ചർ റിവ്യൂ ഉണ്ടാവും, മെത്തഡോളജി ഉണ്ടാവും, എക്സ്പെക്റ്റഡ് റിസൾട്ടും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. Then these components help plan the research systematically. അപ്പോൾ ഈ കോമ്പണൻസ് ഒക്കെ എന്തിനെ ഹെൽപ്പ് ചെയ്യും, പ്ലാൻ ദ റിസർച്ച് സിസ്റ്റമാറ്റിക്കലി. ഈ റിസർച്ച് പ്ലാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലേ, സഹായിക്കും. ദേ ഗൈഡ് ദ റിസർച്ചർ ഇൻ കണ്ടക്ടിങ് ദ സ്റ്റഡി. അപ്പോൾ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യും അല്ലേ റിസർച്ചറിനെ. ആൻഡ് എൻഷുർ ദാറ്റ് the research process is clear and organized. ഇപ്പം എന്തുകൂടി എൻഷുർ ചെയ്യും, റിസർച്ച് പ്രൊജക്റ്റ് പ്രോസസ്സ് ക്ലിയർ ആണെന്നും ഓർഗനൈസ്ഡ് ആണെന്നും കൂടി എന്ത് ചെയ്യും, എൻഷുർ ചെയ്യും. സോ ക്ലിയർ? ഇനി നമുക്ക് നമ്മുടെ 17th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. അപ്പം 17th ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദ റോൾ ഓഫ് എറർ ഡിറ്റക്ഷൻ techniques in ensuring the accuracy and reliability of data in research. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഡിസ്കസ് ദ റോൾ ഓഫ് എറർ ഡിറ്റക്ഷൻ അല്ലെ, ടെക്നിക്സ് in ensuring the accuracy and reliability of data in research എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആൻസർ എന്താ നോക്കിയാലോ. എറർ ഡിറ്റക്ഷൻ ടെക്നിക്സ് ഹെൽപ്പ് ഐഡന്റിഫൈയിങ് മിസ്റ്റേക്സ് in research data and writing. Methods such as proofreading, data verification and peer review improve the quality of research. These techniques ensure that the information presented is accurate, reliable and
trustworthy. ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? എറർ ഡിറ്റക്ഷൻ ടെക്നിക്സ് ഹെൽപ്സ് ഐഡൻറ്റിഫൈങ് മിസ്റ്റേക്സ്. എറർ ഡിറ്റക്ഷൻ ടെക്നിക്ക് എന്തിനെ സഹായിക്കും? ഐഡൻറ്റിഫൈങ് മിസ്റ്റേക്സ് ഇൻ റിസർച്ച് ഡാറ്റ ആൻഡ് റൈറ്റിംഗ്. റിസർച്ച് ഡാറ്റയിലും റൈറ്റിങ്ങിലും മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുക അല്ലേ. മെത്തേഡ്സ് സച്ച് ആസ് പ്രൂഫ് റീഡിംഗ്. ഇപ്പം എന്തൊക്കെ മെത്തേഡ്സ് ആണുള്ളത്? സച്ച് ആസ് പ്രൂഫ് റീഡിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഡാറ്റ വെരിഫിക്കേഷൻ ഉണ്ട്, ആൻഡ് peer review ഉണ്ടാവും, ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് റിസർച്ച് ഉണ്ടാവും. ആൻഡ് ദീസ് ടെക്നിക്സ്, ഈ ടെക്നിക്സ് ഒക്കെ എന്താണ് എൻഷുർ ചെയ്യുന്നത്? ദാറ്റ് ഇൻഫർമേഷൻ പ്രസൻറ്റഡ് ഇസ് അക്യുറേറ്റ്. ഇൻഫർമേഷൻ ഇതിൽ പ്രസൻറ്റ് ചെയ്തത് എന്താണ്? അക്യുറേറ്റ് ആണ്, റിയലബിൾ ആണ്, ആൻഡ് ട്രസ്റ്റ്വർത്തി ആണെന്ന്. ഓക്കെ, ദെൻ നമ്മുടെ 18th ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? എക്സ്പ്ലെയിൻ ദ കീ കോമ്പണൻസ് ഓഫ് ആൻ അക്കാഡമിക് റിപ്പോർട്ട്. Discuss their respective roles in effectively communicating research findings and analysis. അപ്പം എന്താണ് 18th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ? എക്സ്പ്ലെയിൻ ദ കീ കോമ്പണൻസ് ഓഫ് ആൻ അക്കാഡമിക് റിപ്പോർട്ട് അല്ലെ. അക്കാഡമിക് റിപ്പോർട്ടിലെ കീ കോമ്പണൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം എന്താ പറഞ്ഞത്? ഡിസ്കസ് ദെയർ റെസ്പെക്റ്റീവ് റോൾസ് ഇൻ എഫക്റ്റീവ്ലി. അപ്പം അതിൻ്റെ റെസ്പെക്റ്റീവ് റോൾസ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റിംഗ് റിസർച്ച് ഫൈൻഡിങ് ആൻഡ് അനാലിസിസ്. അപ്പം എന്താ നമുക്ക് നോക്കിയാലോ ആൻസർ? ആൻ അക്കാഡമിക് റിപ്പോർട്ട് ഇൻക്ലൂഡ്സ് എ ടൈറ്റിൽ പേജ്, abstract, introduction, methodology, results, discussion, conclusion, and references. The introduction explains the research problem, while the methodology describes how the research was conducted. The results present findings and the discussion interprets them. The conclusion summarizes the study and highlights its significance. അപ്പോൾ എന്താണ്? അക്കാഡമിക് റിപ്പോർട്ട് ഇൻക്ലൂഡ്സ്. അപ്പോൾ ഒരു അക്കാഡമിക് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ടൈറ്റിൽ പേജ് ഉണ്ടാവും അല്ലേ, അതേപോലെ തന്നെ എബ്സ്ട്രാക്ട് ഉണ്ടാവും, ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, മെത്തഡോളജി ഉണ്ടാവും, റിസൾട്ടുകൾ ഉണ്ടാവും, ഡിസ്കഷൻ, കൺക്ലൂഷൻ ആൻഡ് റെഫറൻസസ്. ഇതൊക്കെ എന്താണ്? ഇൻക്ലൂഡഡ് ആണ് അല്ലേ. ദ ഇൻട്രൊഡക്ഷൻ എക്സ്പ്ലെയിൻസ് എ റിസർച്ച് പ്രോബ്ലം while the methodology describes how research was conducted. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുക? ദ റിസർച്ച് പ്രോബ്ലം ആണ് അല്ലേ. റിസർച്ച് പ്രോബ്ലത്തിനെയാണ് ഇൻട്രൊഡക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. while methodology describes, മെത്തഡോളജി എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുക? ഹൗ ദ റിസർച്ച് വാസ് കണ്ടക്റ്റഡ്, എങ്ങനെയാണ് ആ റിസർച്ച് കണ്ടക്ട് ചെയ്തത് എന്നാണ് നമ്മുടെ മെത്തഡോളജി ഡിസ്ക്രൈബ് ചെയ്യുക അല്ലേ. ദ റിസൾട്ട്സ് പ്രസന്റ് ഫൈൻഡിങ്സ് ആൻഡ് ദ ഡിസ്കഷൻ ഇന്റർപ്രറ്റ്സ് ദം. അപ്പം എന്താണ്? ദ റിസൾട്ട് പ്രസന്റ് ഫൈൻഡിങ്സ് അല്ലെ. റിസൾട്ടിനെ പ്രസന്റ് ചെയ്യുക എന്താണ്? ഫൈൻഡിങ്സ്, എന്തൊക്കെ കണ്ടെത്തലുകളാണ് നടത്തിയതെന്ന് അല്ലേ. ആൻഡ് ഡിസ്കഷൻ ഇന്റർപ്രറ്റ്സും, ഡിസ്കഷൻ അതൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യുക അല്ലേ. ദ കൺക്ലൂഷൻ സമ്മറൈസസ് ദ സ്റ്റഡി ആൻഡ് ഹൈലൈറ്റ്സ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ കൺക്ലൂഷനിൽ എന്താ ഉണ്ടാവുക? കൺക്ലൂഷൻ സമ്മറൈസ് ദ സ്റ്റഡി, ആ സ്റ്റഡീനെ ഒന്ന് സമ്മറൈസ് ചെയ്യും. ആൻഡ് ഹൈലൈറ്റ്സ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ എന്ത് ചെയ്യും? ഹൈലൈറ്റും ചെയ്യും. ഇനി നമ്മുടെ 19th ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഡിസ്കസ് ദ മേജർ ഫീച്ചേഴ്സ് ദാറ്റ് ക്രിട്ടിസൈസ് അക്കാഡമിക് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അപ്പം എന്താണ്? ഡിസ്കസ് മേജർ ഫീച്ചേഴ്സ് ദാറ്റ് ക്യാരക്ടറൈസ് അക്കാഡമിക് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് അല്ലെ. ഡിസ്കസ് ചെയ്യാനാണ് മേജർ ഫീച്ചേഴ്സ്, അത് ക്യാരക്ടറൈസ് ചെയ്യുന്ന അക്കാഡമിക് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ. അപ്പം എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡിസ്കസ് ചെയ്യാൻ മേജർ ഫീച്ചേഴ്സ് ദാറ്റ് ക്രിട്ടിസൈസ് അക്കാഡമിക് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. അക്കാഡമിക് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ മേജർ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് അത് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അപ്പം നമ്മുടെ ആൻസർ സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ്? ഡിസ്കസ് മേജർ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യുക. എന്ത് ചെയ്യുന്ന ക്രിട്ടിസൈസ് അല്ല, ക്യാരക്ടറൈസസ് ആണ് കേട്ടോ. അപ്പോൾ ഡിസ്കസ് മേജർ ഫീച്ചേഴ്സ് ദാറ്റ് ക്യാരക്ടറൈസസ് അക്കാഡമിക് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. അപ്പം എന്ത് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? മേജർ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്ത് ക്യാരക്ടറൈസ് ചെയ്യുന്നുണ്ട്? അക്കാഡമിക് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അപ്പം എന്താണ്? അക്കാഡമിc writing in English has several important features that make it clear, formal and structured. First, academic writing uses a formal stage, informal
expressions and slang are avoided. For example, instead of writing kids, academic writing uses children. അപ്പോൾ എന്താണ് അക്കാഡമിക് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ഹാസ് സെവറൽ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് അല്ലേ. ഇംഗ്ലീഷിൽ അക്കാഡമിക് റൈറ്റിംഗിൽ സെവറൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ദാറ്റ് മേക്ക് ഇറ്റ് ക്ലിയർ. അതെന്താക്കും? ക്ലിയർ, ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ആക്കും അല്ലേ. ഫസ്റ്റ് എന്താണ് അക്കാഡമിക് റൈറ്റിംഗ് യൂസ് എ ഫോർമൽ സ്റ്റൈൽ. ഇപ്പം അക്കാഡമിക് റൈറ്റിംഗ് ഒരു ഫോർമൽ ആയിട്ടുള്ള സ്റ്റൈലായിരിക്കും യൂസ് ചെയ്യുക. ഇൻഫോർമൽ ആയിട്ടുള്ളതൊന്നും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. ഭയങ്കര പക്ക ഫോർമൽ ആയിട്ടുള്ള സ്റ്റൈലായിരിക്കും അക്കാഡമിക് റൈറ്റിംഗ് യൂസ് ചെയ്യുക. ഇൻഫോർമൽ എക്സ്പ്രഷൻ ആൻഡ് സ്ലാങ് ആർ അവോയ്ഡഡ്. അപ്പം നമ്മൾ മെൻഷൻ ചെയ്ത പോലെ തന്നെ എന്താണ് ഇൻഫോർമൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസും സ്ലാങ്സും ഒക്കെ എന്താണ് അവോയ്ഡ് ചെയ്യുക അല്ലേ. ഫോർ എക്സാമ്പിൾ എന്ത് എടുക്കാം നമുക്ക്? ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് കിഡ്സ് അല്ലെ, കിഡ്സ് കുട്ടികൾ എഴുതുന്നതിന് പകരം അക്കാഡമിക് റൈറ്റിംഗ് എന്താണ് യൂസ് ചെയ്യുക? ചിൽഡ്രൻ എന്ന് പറഞ്ഞ വേർഡ് ആയിരിക്കും യൂസ് ചെയ്യുക. കിഡ്സിന് പകരം അക്കാഡമിക് റൈറ്റിംഗിൽ വരുമ്പോൾ എന്താ യൂസ് ചെയ്യുക? ചിൽഡ്രൻ ആയിരിക്കും യൂസ് ചെയ്യുക. സെക്കൻഡ്, അക്കാഡമിക് റൈറ്റിംഗ് ഫോക്കസ് ഓൺ ക്ലാരിറ്റി ആൻഡ് പ്രിസിഷൻ. Writers use specific words and clear sentences to express ideas accurately. Third, it maintains objectivity and academic writing is based on facts, research and evidence rather than personal opinions. അപ്പോൾ എന്താണ് സെക്കൻഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അക്കാഡമിക് റൈറ്റിംഗ് ഫോക്കസ് ഓൺ ക്ലാരിറ്റി ആൻഡ് പെർസിഷൻ. അക്കാഡമിക് റൈറ്റിംഗ് എന്തിനാണ് ഫോക്കസ് ചെയ്യുക? ക്ലാരിറ്റിനും പ്രിസിഷനിലുമാണ് ഫോക്കസ് ചെയ്യുക അല്ലേ. റൈറ്റേഴ്സ് യൂസ് സ്പെസിഫിക് വേർഡ്സ് ആൻഡ് ക്ലിയർ സെൻറ്റൻസസ്. റൈറ്റേഴ്സ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ്സും ക്ലിയർ ആയിട്ടുള്ള സെൻറ്റൻസുകളും യൂസ് ചെയ്യും. എന്ത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ടു എക്സ്പ്രസ് ഐഡിയാസ് അക്യുറേറ്റ്ലി. ഐഡിയാസ് അക്യുറേറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. തേർഡ് എന്താണ്? ഇറ്റ് മെയിൻറ്റെയിൻസ് ഒബ്ജക്റ്റിവിറ്റീനെ മെയിൻറ്റെയിൻ ചെയ്യും. അക്കാഡമിക് റൈറ്റിംഗ് ഇസ് ബേസ്ഡ് ഓൺ ഫാക്ട്സ്, റിസർച്ച്, എവിഡൻസ് റാദർ ദാൻ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പം അക്കാഡമിക് റൈറ്റിംഗ് എന്തിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്? ഫാക്ട്സിനെയും റിസർച്ചിനെയും എവിഡൻസിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടാണുള്ളത്. എന്തിനു പകരം? റാദർ ദാൻ പേഴ്സണൽ ഒപ്പീനിയൻസ് അല്ലെ. പേഴ്സണൽ ഒപ്പീനിയൻസിന് പകരം അക്കാഡമിക് റൈറ്റിംഗ് ഫാക്ട്സിനെയും റിസർച്ചിനെയും എവിഡൻസിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇനി ഫോർത്ത് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ academic writing follows a structured format such as introduction, body, paragraph and conclusion. This structure helps the reader understand the argument easily. Another important feature is the use of evidence and references. Writers support their ideas with examples, research data and citations from reliable resources. ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോർത്ത് വൺ, അക്കാഡമിക് റൈറ്റിംഗ് ഫോളോസ് എ സ്ട്രക്ചേർഡ് ഫോർമാറ്റ്. അക്കാഡമിക് റൈറ്റിംഗ് എന്താണ് ഫോളോ ചെയ്യുന്നത്? ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റ് ആണ് അക്കാഡമിക് റൈറ്റിംഗ് ഫോളോ ചെയ്യുന്നത് അല്ലേ. സെറ്റ് ആസ് ഏതൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ, പിന്നെ ബോഡി, പാരഗ്രാഫ് ഉണ്ട്, ആൻഡ് കൺക്ലൂഷനും ഉണ്ട് അല്ലേ. ദിസ് സ്ട്രക്ചർ ഹെൽപ്സ് ദ റീഡർ. ഈ സ്ട്രക്ചർ എന്ത് ചെയ്യും? റീഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യും അല്ലേ. എന്തിനാണ്? അണ്ടർസ്റ്റാൻഡ് ആർഗ്യുമെന്റ് ഈസിലി. ആർഗ്യുമെന്റ് എന്താണോ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. Another important feature is the use of evidence and references. വേറെ ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ യൂസ് ഓഫ് എവിഡൻസ് ആൻഡ് റെഫറൻസസ് ആണ് അല്ലേ. റൈറ്റേഴ്സ് സപ്പോർട്ട് ദെയർ ഐഡിയാസ് വിത്ത് എക്സാമ്പിൾ. അപ്പോൾ റൈറ്റേഴ്സ് എന്താണ്? അവരുടെ ഐഡിയാസ് ഒക്കെ സപ്പോർട്ട് ചെയ്യില്ലേ വിത്ത് എക്സാമ്പിൾസിലൂടെ അല്ലേ. റിസർച്ച് ഡാറ്റ, സൈറ്റേഷൻസ് ഫ്രം റിയലബിൾ റിസോഴ്സസ്. ക്ലിയർ? ഇനി ഫൈനലി അക്കാഡമിക് റൈറ്റിംഗ് യൂസസ് proper documentation styles such as MLA or APA to acknowledge sources. These features ensure that academic writing is logical, reliable and professional. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈനലി അക്കാഡമിക് റൈറ്റിംഗ് യൂസ് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈൽ അല്ലേ. അവസാനം അക്കാഡമിക് റൈറ്റിംഗ് എന്താ യൂസ് ചെയ്യുക? പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈലാണ് യൂസ് ചെയ്യുക. സച്ച് ആസ് ഏതൊക്കെയാണ്? MLA or APA അല്ലേ. എന്തിനാണ്? ടു അക്നോളജ് സോഴ്സുകൾ അല്ലേ. ദെൻ ദീസ് ഫീച്ചേഴ്സ് എൻഷുർ, ഈ ഫീച്ചേഴ്സ് എന്താണ് എൻഷുർ ചെയ്യുക? ദാറ്റ് അക്കാഡമിക് റൈറ്റിംഗ് ഇസ് ലോജിക്കൽ, റിയലബിൾ ആൻഡ് പേഴ്സണൽ എന്നാണ് എൻഷുർ ചെയ്യുക അല്ലേ. ഇനി നമ്മുടെ 20th ക്വസ്റ്റ്യൻ എന്താണ് നോക്കിയാലോ. അപ്പം അതിനു മുമ്പേ ഞാൻ പറഞ്ഞതൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് 20th ക്വസ്റ്റ്യനിലേക്ക്
കിടക്കാം അല്ലേ. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ മെക്കാനിക്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. അപ്പം എന്താണ് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ മെക്കാനിക്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. അക്കാഡമിക് റൈറ്റിംഗിൽ മെക്കാനിക്സ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണെന്ന് നോക്കിയാലോ. ദ മെക്കാനിക്സ് of academic writing refer to the technical rules that ensure clarity, correctness in writing. One important aspect is grammar, which ensures correct sentence formation and meaning. Another important element is punctuation, which helps organize sentences and express ideas clearly. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ മെക്കാനിക്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് റെഫർ ടു ടെക്നിക്കൽ റൂൾസ് ആണ് അല്ലേ. അത് എന്തിനു എൻഷുർ ചെയ്യും? ക്ലാരിറ്റിനും കറക്റ്റ്നെസ്സിനും റൈറ്റിങ്ങിൽ അല്ലേ. ആൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഇസ് ഗ്രാമർ. ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഗ്രാമർ ആണ്. വിച്ച് എൻഷുർ കറക്റ്റ് സെൻറ്റൻസ് ഫോർമേഷൻ ആൻഡ് മീനിങ്. അത് എന്ത് എൻഷുർ ചെയ്യും? കറക്റ്റ് സെൻറ്റൻസ് ഫോർമേഷൻ ആണോ മീനിങ് ആണോ എന്നൊക്കെ എൻഷുർ ചെയ്യും. അനദർ ഇമ്പോർട്ടൻറ്റ് എലമെന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? പങ്ക്ച്വേഷൻ ആണ് അല്ലേ. which helps organize sentences and express ideas clearly. അപ്പോൾ പങ്ക്ച്വേഷൻ എന്തിനാ ഹെൽപ്പ് ചെയ്യുക? ഓർഗനൈസ് സെൻറ്റൻസിന് ഓർഗനൈസ് ചെയ്യാനായിട്ടും എക്സ്പ്രസ് ഐഡിയാസ് ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. Spelling is also important because errors in spelling can affect the credibility of academic work. Writers must also pay attention to sentence structure using simple, compound and complex sentences approximately. Paragraph question is another important mechanic. Each paragraph should focus on one main idea and include supporting details. അപ്പം എന്താണ്? സ്പെല്ലിംഗ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സ്പെല്ലിംഗ് എന്താണ്? ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അല്ലേ. കാരണം എന്താണ്? എറേഴ്സ് ഇൻ സ്പെല്ലിംഗ് ക്യാൻ എഫക്ട് ക്രെഡിബിലിറ്റി ഓഫ് അക്കാഡമിക് വർക്ക്. അക്കാഡമിക് വർക്കിൻ്റെ ക്രെഡിബിലിറ്റിനെ ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് എന്ത് ചെയ്യും? ബാധിക്കും അല്ലെ, എഫക്റ്റ് ചെയ്യും. റൈറ്റേഴ്സ് മസ്റ്റ് ഓൾസോ പേ അറ്റൻഷൻ ടു സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ്. റൈറ്റേഴ്സ് എവിടേക്കും അറ്റൻഷൻ പേ ചെയ്യണം? റൈറ്റേഴ്സ് മസ്റ്റ് ഓൾസോ പേ അറ്റൻഷൻ ടു സെൻറ്റൻസ് സ്ട്രക്ചറിലേക്കും അല്ലേ. യൂസിങ് സിമ്പിൾ, കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസസ് അപ്രോക്സിമേറ്റ്ലി. ഇനി പാരഗ്രാഫ് ഓർഗനൈസേഷൻ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് മെക്കാനിക്. അപ്പം വേറെ ഇമ്പോർട്ടൻറ്റ് മെക്കാനിക് എന്ന് പറയുന്നത് എന്താണ്? പാരഗ്രാഫ് ഓർഗനൈസേഷൻ ആണ് അല്ലേ. ഈച്ച് പാരഗ്രാഫ് ഷുഡ് ഫോക്കസ് ഓൺ വൺ മെയിൻ ഐഡിയ. അപ്പം ഈച്ച് പാരഗ്രാഫും ഷുഡ് ഫോക്കസ് ചെയ്യണം അല്ലേ. എന്തില്? വൺ മെയിൻ ഐഡിയയിൽ. ആൻഡ് ഇൻക്ലൂഡ് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ്. പിന്നെ എന്താണ്? സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസും എന്ത് ചെയ്യുക? അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. In addition, academic writing requires coherence and cohesion. Ideas must follow logically from one sentence to another using linking words. Finally, writers should use formal vocabulary, appropriate style suitable for academic purpose. These mechanics together make academic writing clear, effective and professional. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ അഡീഷൻ അക്കാഡമിക് റൈറ്റിംഗ് റിക്വയർസ് കോഹെറൻസ് ആൻഡ് കോഹഷൻ അല്ലേ. Ideas must follow logically from one sentence to another using linking words. Finally, എന്താണ്? Writer should use formal vocabulary. Finally use ചെയ്യണം. And appropriate style suitable for academic purpose. Academic purpose-ന് suitable ആയിട്ടുള്ള ഒരു appropriate സ്റ്റൈലും യൂസ് ചെയ്യണം. These mechanics, ഈ മെക്കാനിക്സ് ഒക്കെ എന്താണ്? These mechanics together make academic writing. ഈ മെക്കാനിക്സ് ഒക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? Make academic writing clear, effective and professional. ഓക്കെ, ഇനി നമ്മുടെ 21st ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ? ഡിസ്ക്രൈബ് ദി സ്ട്രക്ചർ ഓഫ് എൻ അക്കാഡമിക് റിസർച്ച് പേപ്പർ വിത്ത് ഇല്ലസ്ട്രേഷൻ. അപ്പം എന്താണ്? ഡിസ്ക്രൈബ് ദി സ്ട്രക്ചർ ഓഫ് എൻ അക്കാഡമിക് റിസർച്ച് അല്ലെ. അക്കാഡമിക് റിസർച്ചിൻ്റെ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വിത്ത് ഇല്ലസ്ട്രേഷൻസ് വെച്ചിട്ട് അല്ലേ. An academic research paper follows a standard structure. Academic research paper എന്താണ് ഫോളോ ചെയ്യുക? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും ഫോളോ ചെയ്യുക. That helps
present research clearly. അത് എന്ത് ഹെൽപ്പ് ചെയ്യും? റിസർച്ചിനെ ക്ലിയർ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. The paper begins with a title which reflects the topic of the research. Next is the abstract which provides a short summary of the study. അപ്പം എന്താണ്? Next is the abstract. The paper begins with a title. അല്ലെ, പേപ്പർ തുടങ്ങുമ്പോൾ തന്നെ എന്താണ്? ടൈറ്റിൽ ആണല്ലേ ഉണ്ടാവുക. ടൈറ്റിലൂടെയാണ് പേപ്പർ തുടങ്ങുക. വിച്ച് റിഫ്ലക്ട്സ് എ ടോപ്പിക് ഓഫ് ദ റിസർച്ച്. അത് എന്തിനെയാണ് റിഫ്ലക്ട് ചെയ്യുക? ടോപ്പിക് ഓഫ് ദ റിസർച്ച് അല്ല, ആ റിസർച്ചിന്റെ ടോപ്പിക്കിന് അത് എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ? നെക്സ്റ്റ് ഇസ് എ അബ്സ്ട്രാക്ട് വിച്ച് പ്രൊവൈഡ്സ് എ ഷോർട്ട് സമ്മറി ഓഫ് ദ സ്റ്റഡി. ഓക്കെ, നെക്സ്റ്റ് എന്നുള്ളത് ഒരു അബ്സ്ട്രാക്ട് ആണ്. അതിലെന്താ പ്രൊവൈഡ് ചെയ്യുക? ഷോർട്ട് സമ്മറി ഓഫ് ദ സ്റ്റഡി. ആ സ്റ്റഡീൻ്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ചെറിയ സമ്മറി അവിടെ എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. The introduction explains the research problem and objectives. The literature review discusses previous studies related to the topic. The methodology section explains how the research was conducted, including methods and tool used. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? The introduction explains the research problem. അല്ലെ, ഇൻട്രൊഡക്ഷൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? റിസർച്ച് പ്രോബ്ലത്തിനെയാണ് അല്ലേ. ആൻഡ് ഒബ്ജക്റ്റീവ്സിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇവിടെ ഇൻട്രൊഡക്ഷനിൽ. ദ ലിറ്ററേച്ചർ റിവ്യൂ ഡിസ്കസ് പ്രീവിയസ് സ്റ്റഡീസ് റിലേറ്റഡ് ടു ദ ടോപ്പിക്. അപ്പോൾ ലിറ്ററേച്ചർ റിവ്യൂ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? പ്രീവിയസ് സ്റ്റഡീസിനെയാണ്. എന്തിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള? ആ ടോപ്പിക്കിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലേ. ദ മെത്തഡോളജി സെക്ഷൻ എക്സ്പ്ലെയിൻസ് ഹൗ ദ റിസർച്ച് വാസ് കണ്ടക്റ്റഡ്. അപ്പം മെത്തഡോളജി സെക്ഷൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഹൗ ദ റിസർച്ച് വാസ് കണ്ടക്റ്റഡ്, എങ്ങനെയാണ് ഈ റിസർച്ച് കണ്ടക്ട് ചെയ്തത് എന്നാണ് അല്ലേ. ഇൻക്ലൂഡിങ് മെത്തേഡ്സ് ആൻഡ് ടൂൾസ്. അപ്പോൾ അതാണ് മെത്തഡോളജി സെക്ഷൻസ് മേ എക്സ്പ്ലെയിൻസ് ഹൗ ദ റിസർച്ച് വാസ് കണ്ടക്റ്റഡ് ഇൻക്ലൂഡിങ് മെത്തേഡ്സ് ആൻഡ് tools used. The result section presents the finding of the research. This is followed by the discussions where the researcher interprets the results. The conclusion summarizes the main findings and suggests further research. Finally, the references section lists all sources used in the study. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ദ റിസൾട്ട് സെക്ഷൻ പ്രസൻസ് ദ ഫൈൻഡിങ് ഓഫ് റിസർച്ച്. അപ്പം റിസൾട്ട് സെക്ഷനിൽ എന്താണ് ഉണ്ടാവുക? പ്രസന്റ് ചെയ്യുക. പ്രസന്റ് ദ ഫൈൻഡിങ് ഓഫ് ദ റിസർച്ചിൽ ആ റിസർച്ചിൽ എന്തൊക്കെ കണ്ടെത്തി എന്നുള്ളതായിരിക്കും അതിൽ ലാസ്റ്റ് റിസൾട്ട് സെക്ഷനിൽ പ്രസന്റ് ചെയ്യുക അല്ലേ. ദിസ് ഇസ് ഫോളോഡ് ബൈ ദ ഡിസ്കഷൻ. ഇത് എന്തിനെ ഫോളോ ചെയ്യും? ഈ ഡിസ്കഷനിൽ വേർ ദ റിസർച്ചർ ഇന്റർപ്രറ്റ്സ് ദ റിസൾട്ട്. The conclusionൽ എന്താ ഉണ്ടാവുക? സമ്മറൈസ് ദ മെയിൻ ഫൈൻഡിങ്സ് ആൻഡ് സജസ്റ്റ് ഫർദർ റിസർച്ച്. അപ്പം കൺക്ലൂഷനിൽ എന്താ ഉണ്ടാവുക? സമ്മറൈസ് ദ മെയിൻ ഫൈൻഡിങ്സിനൊക്കെ അതിലൊന്ന് സമ്മറൈസ് ചെയ്യും. ആൻഡ് സജസ്റ്റ് ഫർദർ റിസർച്ച് എന്ത് ചെയ്യും? സജസ്റ്റ് ചെയ്യും. ഫൈനലി ദ റെഫറൻസ് സെക്ഷൻ ലിസ്റ്റ്സ് ഓൾ സോഴ്സ് യൂസ്ഡ് ഇൻ ദ സ്റ്റഡി. അപ്പം അവസാനം ഫൈനലി എന്താണ്? റെഫറൻസ് സെക്ഷൻ എന്താണ് ലിസ്റ്റ് ചെയ്യുക? ലിസ്റ്റ് ഓൾ സോഴ്സ് യൂസ് ഇൻ ദ സ്റ്റഡി. എന്തൊക്കെ സോഴ്സ് ഈ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തു അതാണ് ഫൈനലി എന്ത് ചെയ്യാം? ലിസ്റ്റ് ചെയ്യുക അല്ലേ. Then, for example, a research paper on online education may include survey results analyzing of student responses and conclusions about the effectiveness of digital learning. അപ്പോൾ എന്താണ്? ഫോർ എക്സാമ്പിൾ, a research paper on online education may include survey results. അപ്പോൾ എന്താണ്? ഒരു റിസർച്ച് പേപ്പർ ഓൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്താ മേ ഇൻക്ലൂഡ് എന്താണ്? സർവേ റിസൾട്ട് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യൂല്ലേ ചിലപ്പം. അനലൈസ് ഓഫ് സ്റ്റുഡൻറ് റെസ്പോൺസ് ഉണ്ടാവും. ആൻഡ് കൺക്ലൂഷൻസ് അബൌട്ട് എഫക്റ്റീവ്നെസ് ഓഫ് ഡിജിറ്റൽ ലേണിംഗ്. ഇതൊക്കെ എന്തായിരിക്കും? ഇൻക്ലൂഡഡ് ആയിരിക്കും അല്ലേ. ഇനി നമ്മുടെ 22nd നമ്മുടെ 22ാമത്തെ ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കിയാലോ. ഡിസ്കസ് how the impact of digital technologies and online resources on documentation practices help in academic writing. എന്ത് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഹൗ ദി ഇമ്പാക്ട് ഓഫ് ഡിജിറ്റൽ ടെക്നോളജി,
discuss how the impact of digital technologies, digital technology in the impact discuss cheyanam, and online resources of documentation practice help in academic writing. അപ്പോൾ നമ്മുടെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജീസ് ഹാവ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ഡോക്യുമെന്റേഷൻ പ്രാക്ടീസസ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. വൺ മേജർ impact is easy access to information through online journals, e-books, and academic database. Research can quickly find relevant materials. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിജിറ്റൽ ടെക്നോളജി ഹാവ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് documentation practices in academic writing. അല്ലേ? അപ്പോൾ വൺ മേജർ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? is easy access to information ത്രൂ എന്തിലൂടെ? ഓൺലൈൻ ജേർണൽസിലൂടെ, അല്ലേ? പിന്നെ ഇ ബുക്സിലൂടെ ആൻഡ് അക്കാഡമിക് ഡാറ്റാബേസസിലൂടെയൊക്കെ. റിസർച്ചേഴ്സ് ക്യാൻ ക്വിക്ലി ഫൈൻഡ് റെലവൻറ്റ് മെറ്റീരിയൽസ്. അപ്പോൾ റിസർച്ചേഴ്സിന് പെട്ടെന്ന് തന്നെ എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? റെലവൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. Another advantage is the availability of citation management tools that help organize and format references. Digital technologies also provides plagiarism detection tools which help maintain originality in academic work. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? Another advantage is the availability of citation management tools. അപ്പോൾ another advantage എന്ന് പറഞ്ഞാൽ എന്താണ്? അവൈലബിലിറ്റി ആണ്, അല്ലെ? എന്തിൻ്റെ? ഓഫ് സൈറ്റേഷൻ മാനേജ്മെന്റ് ടൂളിൻ്റെ, അല്ലേ? ദാറ്റ് ഹെൽപ്പ്. ഇത് എന്തിനാ ഹെൽപ്പ് ചെയ്യും? ഓർഗനൈസ് ആൻഡ് ഫോർമാറ്റ് റെഫറൻസസ്. ഓർഗനൈസും ചെയ്യാനായിട്ടും ഫോർമാറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യല്ലേ റെഫറൻസിന്. അപ്പോൾ ദാറ്റ് ഹെൽപ്പ് ഓർഗനൈസ് ആൻഡ് ഫോർമാറ്റ് റെഫറൻസസ്. ഡിജിറ്റൽ ടെക്നോളജീസ് ഓൾസോ പ്രൊവൈഡ് പ്ലേജറിസം ഡിക്റ്റേഷൻ. അപ്പോൾ ഡിജിറ്റൽ ടെക്നോളജീസ് എന്ത് പ്രൊവൈഡ് ചെയ്യും? പ്ലേജറിസം ഡിക്റ്റേഷൻ ടൂൾസ്, അല്ലേ? വിച്ച് ഹെൽപ്പ് മെയിൻറ്റെയിൻ ഒറിജിനാലിറ്റി ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. ഇത് എന്തിനു സഹായിക്കും? മെയിൻറ്റെയിൻ ഒറിജിനാലിറ്റി ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. അക്കാഡമിക് റൈറ്റിംഗിൽ ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. In addition, researchers can store and manage references digitally, making the research process more efficient. Online collaboration tools allow researchers to work together and share resources easily. Therefore, digital technologies make documentation faster, more accurate, and more convenient in academic writing. അപ്പോൾ എന്താണ് ഇതുവരെ പറഞ്ഞതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, അല്ലേ? In addition, researchers can store and manage references digitally, make the research process more efficient. അപ്പോൾ എന്താണ് ഇത്? റിസർച്ച് പ്രോസസ്സിനെ കൂടുതൽ എന്താണ്? എഫിഷ്യൻ്റ് ആക്കും. ഓൺലൈൻ കൊളാബറേഷൻ ടൂൾസ് അലോ റിസർച്ചേഴ്സ് ടു വർക്ക് ടുഗെദർ. അപ്പം എന്താണ്? ഓൺലൈൻ കൊളാബറേഷൻ ടൂൾസ് ഒക്കെ എന്ത് ചെയ്യും? എന്ത് അലോ ചെയ്യും? റിസർച്ചേഴ്സ് ടു വർക്ക് ടുഗെദർ, അല്ലേ? ആൻഡ് ഷെയർ റിസോഴ്സസ് ഈസി ആയിട്ട് എന്ത് ചെയ്യും? റിസോഴ്സസ് ഒക്കെ ഷെയർ ചെയ്യും. Therefore, അതുകൊണ്ട് തന്നെ എന്താണ്? ഡിജിറ്റൽ ടെക്നോളജീസ് മേക്ക് ഡോക്യുമെന്റേഷൻ. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ടെക്നോളജീസ് എന്ത് ചെയ്യും? ഡോക്യുമെന്റേഷൻ ഫാസ്റ്റർ ആയിട്ട് മേക്ക് ചെയ്യും. മോർ അക്യുറേറ്റ് ആൻഡ് മോർ കൺവീനിയൻറ്റ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. ദെൻ 23rd ആണ്, 23ാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ. Discuss the role of error detection techniques in ensuring the accuracy and reliability of data in research. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിസ്കസ് ദ റോൾ ഓഫ് എറർ ഡിറ്റക്ഷൻ, അല്ലേ? ആൻഡ് ടെക്നിക്സ് ഇൻ എൻഷുറിങ് ദ അക്യുറസി ആൻഡ് റിയലബിലിറ്റി ഓഫ് ഡാറ്റ റിസർച്ച്. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. അത് ഡിസ്കസ് ചെയ്യാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആൻസർ നോക്കിയാലോ. Error detection techniques help researchers identifying and correct mistakes in data collection, analysis, and interpretation methods such as proofreading, cross-checking information, peer review, and using digital tools help reduce errors. These techniques ensure that research findings are accurate, reliable, and trustworthy. As a result, the quality and credibility of the research improve. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്?
error detection techniques help ചെയ്യല്ലേ റിസർച്ചേഴ്സ് ഐഡന്റിഫൈ ആൻഡ് കറക്റ്റ് മിസ്റ്റേക്സ് ഇൻ ഡാറ്റ കളക്ഷൻ. അപ്പോൾ ഡാറ്റ കളക്ഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യില്ലേ. അപ്പോൾ എറർ ഡിറ്റക്ഷൻ ടെക്നിക്സ് ഹെൽപ്പ് ചെയ്യും ആരെ? റിസർച്ചേഴ്സിനെ. എന്തിന്? ഐഡന്റിഫൈ ആൻഡ് കറക്റ്റ് മിസ്റ്റേക്സ് ഇൻ ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷനിലെ മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യും? റിസർച്ചേഴ്സിനെ എറർ ഡിറ്റക്ഷൻ ടെക്നിക്സ് ഹെൽപ്പ് ചെയ്യും. മിസ്റ്റേക്സ് ഇൻ ഡാറ്റ കളക്ഷൻ മാത്രമാണോ? അല്ലേ, അനലൈസിസ് ഉണ്ട്, ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ വരുന്ന മിസ്റ്റേക്സിന് എന്ത് ചെയ്യാം? കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. മെത്തേഡ്സ് സച്ച് ആസ് പ്രൂഫ് റീഡിങ്. മെത്തേഡ്സ് ഏതൊക്കെയാണ്? പ്രൂഫ് റീഡിംഗ് ഉണ്ട്, ക്രോസ് ചെക്കിംഗ് ഇൻഫോർമേഷൻ ഉണ്ട്, പിയർ റിവ്യൂ ഉണ്ട്, ആൻഡ് യൂസിങ് ഡിജിറ്റൽ ടൂൾസ് ഉണ്ട്, ഹെൽപ്പ് റിസോഴ്സ് ഇയേഴ്സ്. These techniques ensure that research findings are accurate. അപ്പം ഈ ടെക്നിക്സ് ഒക്കെ എന്തിനാണ് എൻഷുർ ചെയ്യുന്നത്? that research findings are accurate. റിസർച്ച് ഫൈൻഡിങ്സ് അക്യുറേറ്റ് ആണ്, പിന്നെ റിയലബിൾ ആണ് ആൻഡ് ട്രസ്റ്റ്വർത്തി ആണെന്ന് എൻഷുർ ചെയ്യും. ആസ് എ റിസൾട്ട് ദ ക്വാളിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി ഓഫ് ദ റിസർച്ച് ഇംപ്രൂവ്. അപ്പം ഈ റിസൾട്ടിനെ തുടർന്ന് എന്താണ്? ക്വാളിറ്റിയും ക്രെഡിബിലിറ്റിയും ഓഫ് ദ റിസർച്ച് ഇംപ്രൂവ്. റിസർച്ചിൻ്റെ ക്വാളിറ്റിയും ക്രെഡിബിലിറ്റിയും എന്ത് ചെയ്യും? ഇംപ്രൂവ്ഡ് ആവും അല്ലേ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കിയാലോ. എറർ ഡിറ്റക്ഷൻ ടെക്നിക്സ് ഹെൽപ്പ് റിസർച്ചേഴ്സ്. എറർ ഡിറ്റക്ഷൻ ടെക്നിക്സ് ആരെ ഹെൽപ്പ് ചെയ്യും? റിസർച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യും അല്ലേ. ഐഡൻറ്റിഫൈങ് കറക്റ്റ് ആൻഡ് മേക്ക് ഐഡൻറ്റിഫൈങ് ആൻഡ് കറക്റ്റ് മിസ്റ്റേക്സ് ഇൻ ഡാറ്റ കളക്ഷനിൽ അനാലിസിസിൽ ആൻഡ് ഇൻ്റർപ്രിട്ടേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോയെന്ന് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും റിസർച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. മെത്തേഡ്സ് സച്ച് ആസ് പ്രൂഫ് റീഡിംഗ്. ഇപ്പം ഏതൊക്കെ മെത്തേഡ്സ് ആണ് അതിനുള്ളത്? പ്രൂഫ് റീഡിംഗ് ഉണ്ട്, ക്രോസ് ചെക്കിംഗ് ഇൻഫർമേഷൻ ഉണ്ട്, പിയർ റിവ്യൂ ഉണ്ട്, ആൻഡ് യൂസിങ് ഡിജിറ്റൽ ടൂൾസ് ഉണ്ട്, ഹെൽപ്പ് റെഡ്യൂസ് ഇറസ്. ഇനി ഈ ടെക്നിക്സ് ഒക്കെ എന്തിനാണ് എൻഷുർ ചെയ്യുന്നത്? ദാറ്റ് റിസർച്ച് ഫൈൻഡിങ്സ് ആർ അക്യുറേറ്റ്. റിസർച്ച് ഫൈൻഡിങ്സ് അക്യുറേറ്റ് ആണെന്ന് എന്ത് ചെയ്യും? എൻഷുർ ചെയ്യും. റിയലബിൾ ആണെന്ന് എൻഷുർ ചെയ്യും. ട്രസ്റ്റ് വർത്തി ആണെന്നും എൻഷുർ ചെയ്യും. ആസ് എ റിസൾട്ട്, ഒരു റിസൾട്ട് എന്നോളം എന്താണ്? ദ ക്വാളിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി ഓഫ് റിസർച്ച് ഇംപ്രൂവ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്നോണം ക്വാളിറ്റിയും ക്രെഡിബിലിറ്റിയും, റിസർച്ചിൻ്റെ ക്വാളിറ്റിയും ക്രെഡിബിലിറ്റിയും എന്ത് ചെയ്യും? ഉയരും അല്ലേ, ഇംപ്രൂവ് ചെയ്യും. ഇനി നമ്മൾ 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ഓഫ് എൻ അക്കാഡമിക് റിസർച്ച് പേപ്പർ വിത്ത് ഇല്ലസ്ട്രേഷൻ. അപ്പം എന്താണ്? ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ഓഫ് എൻ അക്കാഡമിക് റിസർച്ച് പേപ്പർ. അപ്പം അക്കാഡമിക് റിസർച്ച് പേപ്പറിൻ്റെ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, വിത്ത് ഇല്ലസ്ട്രേഷൻസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ദ സ്ട്രക്ചർ ഓഫ് എൻ അക്കാഡമിക് റിസർച്ച് പേപ്പർ. അക്കാഡമിക് റിസർച്ച് പേപ്പറിൻ്റെ സ്ട്രക്ചർ അല്ലേ, വിത്ത് ഇല്ലസ്ട്രേഷൻസ് അല്ലെ, ഇല്ലസ്ട്രേഷൻസും കൂടി വെച്ചിട്ട്. അപ്പോൾ ആൻസർ നോക്കിയാലോ. An academic research paper follows a structured format. It begins with a title that clearly indicates the topic and the abstract gives a brief summary of the research. The introduction explains the research problem and objectives. The literature review discusses earlier studies related to the topic. The methodology explains how the research was conducted. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? an academic research paper follows structured format അല്ലേ. ഒരു അക്കാഡമിക് റിസർച്ച് പേപ്പർ എന്താണ് ഫോളോ ചെയ്യുക? ഒരു സ്ട്രക്ചേർഡ് ഫോമാറ്റ് ആയിരിക്കും ഫോളോ ചെയ്യുക. ഇറ്റ് ബിഗിൻസ് വിത്ത് എ ടൈറ്റിൽ ദാറ്റ് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് എ ടോപ്പിക്. അത് എന്തിലൂടെയാണ് തുടങ്ങുക? ഒരു ടൈറ്റിലൂടെയാണ് തുടങ്ങുക. അത് എന്ത് ക്ലിയർലി ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും? that clearly indicates a topic. ആ ടോപ്പിക് എന്താണോ അതിനെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. The abstract gives a brief summary of the research. ഇനി അബ്സ്ട്രാക്ട് എന്താണ് തരിക? ബ്രീഫ് സമ്മറി ഓഫ് ദ റിസർച്ച്. ആ റിസർച്ചിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് സമ്മറി തരുക അല്ലേ. The introduction explains the research problem and objectives. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്താണ്? ഇൻട്രൊഡക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക the research problem and objectives ആയിരിക്കും ഇൻട്രൊഡക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക. ദ ലിറ്ററേച്ചർ റിവ്യൂ ഡിസ്കസ് ഏർലിയർ സ്റ്റഡീസ് റിലേറ്റഡ് ടു ദ ടോപ്പിക്. അപ്പോൾ ദ ലിറ്ററേച്ചർ റിവ്യൂ എന്താണ് ഡിസ്കസ് ചെയ്യുക? ഏർലിയർ സ്റ്റഡീസ് ആയിരിക്കും അല്ലേ. എന്തിനാ റിലേറ്റ് ചെയ്തിട്ട്? റിലേറ്റഡ് ടു ദ ടോപ്പിക്. ഇനി ദ മെത്തഡോളജി എക്സ്പ്ലെയിൻസ് ഹൗ ദ റിസർച്ച് വാസ് കണ്ടക്റ്റഡ്. മെത്തഡോളജി എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുക? ഹൗ ദ റിസർച്ച് വാസ് കണ്ടക്റ്റഡ്. എങ്ങനെയാണ് റിസർച്ച് കണ്ടക്ട് ചെയ്തത് എന്നുള്ളതിലാണ് അല്ലേ മെത്തഡോളജി എക്സ്പ്ലെയിൻ ചെയ്യുക.
The results present the findings of the study and the discussion interprets them. The conclusion summarizes the research and its importance. Finally, the references list all the sources used. This structure helps present research in a logical, systematic way. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ റിസൾട്ട്സ് പ്രസന്റ് ദ ഫൈൻഡിങ്സ് ഓഫ് ദ സ്റ്റഡി. അപ്പൊ റിസൾട്ടിൽ എന്താ ഉണ്ടാവുക? എന്താ റിസൾട്ട് പ്രസന്റ് ചെയ്യുക? ഫൈൻഡിങ്സ് ഓഫ് ദ സ്റ്റഡി. ആ സ്റ്റഡിയിൽ എന്തൊക്കെ കണ്ടെത്തലുകൾ നടത്തി, ഫൈൻഡിങ്സ് ആണ് അല്ലേ പ്രസന്റ് ചെയ്യുക. ആൻഡ് ദ ഡിസ്കഷൻ ഇന്റർപ്രറ്റ്സ് ദം. ദ കൺക്ലൂഷൻ സമ്മറൈസസ് ദ റിസർച്ച് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. കൺക്ലൂഷൻ എന്താ സമ്മറൈസ് ചെയ്യുക? കൺക്ലൂഷനിൽ its importance അല്ലേ. The conclusion summarizes the research and its importance. ആ റിസർച്ചിനെയും അതിൻ്റെ ഇമ്പോർട്ടൻസിനെയുമാണ് കൺക്ലൂഷനിൽ കൊടുത്തിരിക്കുക, സമ്മറൈസ് ചെയ്യുക. ഫൈനലി അവസാനം എന്താണ്? ദ റെഫറൻസസ് ലിസ്റ്റ് ഓൾ ദ സോഴ്സ് യൂസ്. ഫൈനലി റെഫറൻസസ് ലിസ്റ്റ് ചെയ്യും അല്ലേ, ഓൾ ഏതൊക്കെ സോഴ്സ് ആണ് യൂസ് ചെയ്തത് എന്ന് വെച്ചാൽ അത്. This structure helps present research in a logical and systematic way. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ എന്തിനെ സഹായിക്കും? പ്രസന്റ് റിസർച്ച് ഇൻ എ ലോജിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക് വേ. അപ്പോൾ റിസർച്ച് ഒരു ലോജിക്കലായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ട്രക്ചർ എന്ത് ചെയ്യും? സഹായിക്കും, ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ നമ്മളുടെ ഡിസ്കഷൻ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ് അല്ലേ. അപ്പം എല്ലാവർക്കും ക്ലാസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം സോ എല്ലാവർക്കും താങ്ക് യു.